തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ പിന്നെ വീഡിയോകളൊക്കെ ചെയ്തിട്ട് ആരും ഞങ്ങളുടെ വീഡിയോ കാണുന്നില്ല എന്ന് കമൻറ്റ് ചെയ്യുന്നത് പോലും ഇല്ല ഞങ്ങൾക്ക്. എന്നാലും ഞാൻ എൻ്റെ ഇന്നത്തെ ഉച്ചഭക്ഷണം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഉച്ചഭക്ഷണം എന്ന് പറയുന്നുണ്ട്, ഇതിപ്പം ഞാൻ വെച്ച ചോറ് ഉണ്ടോ. ചോറ് ഞാൻ 2 ദിവസത്തേക്ക് ഇതൊക്കെ എനിക്ക് ദൂരെ എവിടെയെങ്കിലും ജോലി പറയുമ്പോൾ ഞാൻ പോകുമ്പോൾ 2 ദിവസത്തേക്കൊക്കെ ചോറ് വെച്ച് വെക്കാറുണ്ട്. ഇത് ഇന്ന് ഞാൻ ഉച്ചഭക്ഷണമായിട്ട് ഒരിക്കൽ ചോറ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഒരു കൂട്ടം കാര്യം കാണിച്ചു തരാം. ഇന്നലെ അച്ഛനാണെങ്കിൽ വങ്കട മേടിച്ചുകൊണ്ടുവന്നായിരുന്നു ഇന്നലെ രാത്രിയിൽ. അപ്പം രാവിലെ മോളും അച്ഛനും ചോറ് കൊണ്ടുപോയതിൻ്റെ ബാക്കി കറിയാണിത് കേട്ടോ. അത് ഞാൻ നല്ല മുളകിട്ട് പറ്റിച്ചതാണ്. വങ്കട കറി വെച്ച് മുളകിട്ട് പറ്റിച്ചതാണ്. അപ്പം രാവിലെ അവർ കൊണ്ടുപോയതിൻ്റെ ബാലൻസ് ഞാൻ രാവിലെയും ചൂടാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാം. ഞാൻ കാണിക്കുന്നത് കണ്ടോ, ഇതെന്താണെന്നറിയാമോ? എരിശ്ശേരി വെച്ചിട്ട്. എന്തോ എരിശ്ശേരിയാണെന്നറിയാം. എല്ലാവരും പറയും കറി വെക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരമ്പൾ വട്ടം നടക്കും. പക്ഷേ ഞാൻ എടുത്ത് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറിച്ചിട്ട് ഞാൻ ചെയ്യും. അത് അങ്ങനെ ഒരു ഓമയ്ക്കയാണിത്. ഞങ്ങൾ ഓമയ്ക്കെന്ന് പറയും, കപ്പയ്ക്കെന്ന് പറയും. പിന്നെ ഓരോരുത്തരത്തൊക്കെ ഇനി വേറെ എന്തൊക്കെയാ പലയിടത്തും പറയുന്നത് എനിക്കറിയാം. ഇത് കപ്പളങ്ങയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓമയ്ക്കേന്ന് കൊല്ലം നാട്ടിലൊക്കെ ഓമയ്ക്കേന്ന് പറയും, കപ്പയ്ക്കെന്നും പറയും. അപ്പോൾ ഞങ്ങൾ ശൂന്യാട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കപ്പയ്ക്ക കൊണ്ട് എന്ന് വെച്ചാൽ ഓമയ്ക്ക കൊണ്ടൊരു എലിശ്ശേരി. അത് ഞാൻ മേളിൽ കറുത്ത് കിടക്കുന്ന തേങ്ങ വറുത്തിട്ടേക്ക് വേണം. അപ്പം അതിൻ്റെ ഒരു എലിശ്ശേരി. പിന്നെ ഞാൻ അടുത്തത് കാണിക്കണം, പാവയ്ക്ക മെഴുക്ക് പുരട്ടി. 2 കുഞ്ഞു പാവയ്ക്കായിരുന്നു. 2 പാവയ്ക്ക ഉണ്ടായിരുന്നു. അത് ഞാനെടുത്ത് മെഴുക്ക് പുരട്ടി വെച്ച്. മോള് കഴിക്കാൻ എടുത്ത് വെച്ചു. മോൾക്ക് കൂടുതലും ഇഷ്ടം വറുത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും കപ്പയ്ക്കയുടെ എരിശ്ശേരിയും പിന്നെ വങ്കട എന്ന് പറയുന്ന മീൻ മുളകിട്ട് വെച്ച ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നത്തേക്ക് രാത്രിത്തേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നെൻ്റെ ഉച്ചഭക്ഷണം ഞാൻ ഒരുക്കിയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ ഇഷ്ടംപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സമയം കറക്റ്റ് നമ്മൾ 6 മണിക്കൊക്കെ വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ പറയുന്നേക്കാം. പക്ഷേ സമയം നമുക്ക് ആ കറക്റ്റ് സമയത്ത് നമുക്ക് ചിലപ്പം പറ്റാതെ വരും. കാരണം 6 മണി തൊട്ട് 6:30 വരെയൊക്കെ ചിലപ്പോൾ എനിക്ക് പറ്റും. പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ ജോലി കഴിഞ്ഞ് ഓരോ വീട്ടു ജോലിയൊക്കെ ചിലപ്പം കൊട്ടാരക്കരയ്ക്ക് അപ്പുറമായിരിക്കും, ചിലപ്പോൾ നീലേശ്വരത്തായിരിക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് സമയം ഇച്ചിരി വേറെ വൈകും. അപ്പോൾ പിന്നെ രാത്രിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചാണ് ഞാനിടുന്നത്. അപ്പം ഞാനൊരു കൂട്ടം കാര്യം കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഇതെന്തോ നിങ്ങൾക്ക് പറയാം, അറിയാവുന്നവർക്കൊക്കെ അറിയാം, കൊച്ചു പിള്ളേർക്കൊക്കെ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാവയ്ക്കയുടെ അരിയാണ് എന്ന് പറഞ്ഞ് ഞാനിത് എടുത്തൊരു വിത്താക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തത് വരുന്നതായിരിക്കും. ടാറ്റാ.